ജീവിതം ദുരിതത്തിലേക്ക് വീഴുമ്പോൾ, ഇനി മുന്നോട്ട് ഒരു വഴിയില്ല എന്ന് തോന്നുമ്പോൾ നാം പലപ്പോഴും നിരാശരാകാറുണ്ട്. എല്ലാ വാതിലുകളും അടഞ്ഞു എന്ന് കരുതിയെടുത്ത് നിന്ന് അബ്ദുൽ റഹീം എന്ന മനുഷ്യൻ ഇന്ന് നമ്മുടെ മുന്നിലേക്ക് നടന്നു വന്നിരിക്കുന്നു. കേരളക്കര മുഴുവൻ ഒന്നിച്ച് കൈകോർത്ത് കോടികൾ പിരിച്ചെടുത്തപ്പോഴും നിയമത്തിൻ്റെ കല്ലുകടികൾ ചൂണ്ടിക്കാട്ടി ഇവിടുത്തെ ചാനലുകാരും പത്രക്കാരുമെല്ലാം ഒരുപോലെ പറഞ്ഞു, റഹീം ഇനി പുറത്തു വരാൻ ഒരു സാധ്യതയുമില്ല. മനുഷ്യൻ്റെ ബുദ്ധിയും കണക്ക് കൂട്ടലുകളും റഹീമിൻ്റെ ജീവിതത്തിന് മേൽ വിധി എഴുതിയ നിമിഷങ്ങളായിരുന്നു അത്. എന്നാൽ മനുഷ്യർ അസാധ്യമാണെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് എൻ്റെയും നിങ്ങളുടെയും റബ്ബിൻ്റെ കാരുണ്യം പ്രവർത്തിച്ചു തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം റഹ്മത്തുള്ള കാസിമി ഉസ്താദിനെ കാണാൻ അബ്ദുൽ റഹീം എത്തിയപ്പോൾ ഉണ്ടായ നിമിഷങ്ങൾ ഏതൊരു വിശ്വാസിയുടെയും കണ്ണ് തുറപ്പിക്കുന്നതാണ്. റഹ്മത്തുള്ള കാസിമി ഉസ്താദ് ഓർമ്മിപ്പിക്കുന്നത് വലിയൊരു സത്യമാണ്. നമ്മളിൽ പലരും പ്രസംഗങ്ങളിലൂടെയും പുസ്തകങ്ങളിലൂടെയും മാത്രം അറിഞ്ഞ അള്ളാഹുവെയാണ് വിശ്വസിക്കുന്നത്. വലിയ വലിയ കിതാബുകൾ പഠിച്ച പണ്ഡിതന്മാർ പോലും ജീവിതത്തിലെ കഠിനമായ പരീക്ഷണങ്ങൾക്ക് മുന്നിൽ പകച്ചു പോയേക്കാം. ചിലപ്പോൾ അവർ നിരീശ്വരവാദികളായി പോലും മാറിയേക്കാം. എന്താണ് കാരണം? കാരണം അവർക്ക് അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അനുഭവം ഉണ്ടായിരുന്നില്ല. എന്നാൽ അറിവിനേക്കാൾ വലുത് റബ്ബിനെ അനുഭവിച്ചറിയുക എന്നുള്ളതാണ്. ഈ കൂടിക്കാഴ്ചയുടെ ഏറ്റവും ഹൃദയസ്പർശിയായ ഭാഗം റഹീം ഉസ്താദിനോട് പറഞ്ഞ ആ വാക്കുകളാണ്. തൻ്റെ മുന്നിലിരുന്ന് റഹീം പറഞ്ഞ ആ വാക്കുകൾ ഉസ്താദ് ലോകത്തോട് വിളിച്ചു പറയുകയാണ്. എനിക്ക് അള്ളാഹുവിനെ അനുഭവമാണ്, പടച്ചോനെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. മരണത്തിൻ്റെ നിഴലിൽ ആരും സഹായിക്കാനില്ലാതെ ആ ഇരുണ്ട തടവറക്കുള്ളിൽ റഹീം അനുഭവിച്ചറിഞ്ഞത് അള്ളാഹുവിൻ്റെ സാന്നിധ്യമാണ്. ലോകം മുഴുവൻ കൈവിട്ടാലും തൻ്റെ റബ്ബ് കൈവിടില്ലെന്ന ആ അനുഭവം റഹീമിന് ഉള്ളതുകൊണ്ട് തന്നെയാണ് അയാൾ ഇന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഇങ്ങനെ അള്ളാഹുവിനെ അനുഭവിച്ചറിഞ്ഞ ഒരു വിശ്വാസിക്ക് ജീവിതത്തിൽ ഇനി ഒരിക്കലും വഴി പിഴക്കുകയില്ല എന്ന് ഉസ്താദ് ഉറപ്പിച്ചു പറയുന്നു. ഈ വാക്കുകൾ വലിയൊരു ഉത്ബോധനമാണ് നമുക്കെല്ലാവർക്കും നൽകുന്നത്. പ്രിയപ്പെട്ട വിശ്വാസികളെ, ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും, കടബാധ്യതകളോ രോഗങ്ങളോ പ്രയാസങ്ങളോ നിങ്ങളെ തളർത്തിയാലും ഇനി നിങ്ങൾ ഭയപ്പെടരുത്. കാരണം എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി നിശ്ചയിക്കുന്ന ഒരു രക്ഷിതാവ് നമുക്കുണ്ട്. അവൻ വിചാരിച്ചാൽ മാറാത്ത ഏത് വിധിയാണുള്ളത്? അനാവശ്യമായ ആശങ്കകളും ടെൻഷനുകളും മാറ്റിവെച്ച് റഹീം അനുഭവിച്ചറിഞ്ഞ പോലെ ആ റബ്ബിലേക്ക് നമുക്ക് അടുത്തു നിൽക്കാം. തീർച്ചയായും റഹീം തൻ്റെ അനുഭവം പങ്കുവെച്ചപ്പോൾ അത് പലരുടെയും കണ്ണു തുറപ്പിക്കാൻ കാരണമായി എന്ന് തന്നെ പറയാം. 20 വർഷം മരണത്തെ തൊട്ട് മുന്നിൽ കണ്ടുകൊണ്ട് ഒരാൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ അയാൾക്ക് രക്ഷക്കായി കൈനീട്ടാൻ അവൻ്റെ രക്ഷിതാവല്ലാതെ മറ്റാരാണുള്ളത്? അങ്ങനെ അതാ അവൻ വഴി കാട്ടിയിരിക്കുന്നു. അബ്ദുൽ റഹീം ഇപ്പോൾ നമ്മുടെ കൂടെ, നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു.